നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിനെതിരെ പാർലമെന്റിൽ രൂക്ഷ വിമർശനം നടത്തിയ രാഹുൽ ഗാന്ധിയെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലെന്നും സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കാൻ വ്യോമസേനയെ ഉപയോഗിച്ചുവെന്നും രാഹുൽ ആരോപിച്ചു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് പിന്നാലെ പാകിസ്ഥാനുമായി ബന്ധിപ്പിച്ച് നേതാവിന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ വർഷമാണ്. ലോക്സഭയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ശത്രുവിനെതിരെ സൈന്യത്തെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം, സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. എന്നാൽ കേന്ദ്ര സർക്കാരിന് ആ ഇച്ഛാശക്തി ഇല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പാകിസ്ഥാനെ ആക്രമിക്കാൻ താല്പര്യമില്ലെന്നും അതിനുള്ള ഇച്ഛാശക്തി ഇല്ലെന്നും കേന്ദ്ര സർക്കാർ തുറന്നു പറഞ്ഞതിന് തുല്യമാണിത്. ഇതൊക്കെയാണ് പപ്പുമോൻ അടിച്ചുവിട്ടത്. ഇതിനൊക്കെ കൃത്യമായ മറുപടിയും നേതാവിനിപ്പോൾ കിട്ടുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 29 തവണയാണ് പറഞ്ഞത്. ട്രംപ് കള്ളം പറയുകയാണെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു. കേന്ദ്ര സർക്കാർ സൈനികരുടെ കൈ കെട്ടിയെന്നും സൈനിക കേന്ദ്രം ആക്രമിക്കില്ല എന്ന് പറഞ്ഞ ശേഷം സൈന്യത്തെ ആക്രമണത്തിന് വിട്ടത് തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു. കേന്ദ്ര സർക്കാർ 30 മിനിറ്റിനുള്ളിൽ പാകിസ്ഥാന് മുന്നിൽ കീഴടങ്ങിയെന്നും രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലെന്നൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. സംഘർഷത്തിനിടെ വ്യോമസേന വിമാനം വീണെങ്കിൽ അത് വ്യോമസേനയുടെ തകരാറല്ല, കേന്ദ്ര സർക്കാരിന്റെ തകരാറാണ്. സൈന്യത്തിന്റെ കൈ കെട്ടിയ ശേഷമാണ് അവരെ ആക്രമിക്കാൻ പറഞ്ഞു വിട്ടതെന്നും പപ്പുമോൻ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഈ പ്രസംഗത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാപകമായ ട്രോളുകളാണ് നിറയുന്നത്. നേതാവിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങളാണ് പ്രധാനമായും പ്രചരിക്കുന്നത്. നേരത്തെ കശ്മീർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ചില പരാമർശങ്ങൾ പാകിസ്ഥാൻ UN-ൽ ഉന്നയിച്ചിരുന്നത് സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഈ പഴയ സംഭവങ്ങളും പുതിയ ട്രോളുകളിൽ പലരും പരാമർശിക്കുന്നു. രാഹുൽ ഗാന്ധിയെ സെലസ്കിയുമായി താരതമ്യം ചെയ്തും ഡീപ് സ്റ്റേറ്റിന്റെ ഏജന്റാണെന്ന് ആരോപിച്ചും ട്രോളുകൾ പ്രചരിക്കുന്നു. അതേസമയം പാർലമെന്റിൽ ഇത്തരം നാടകീയത അരങ്ങേറുമ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ലഭിച്ചു, എന്നാൽ കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യയെ പിന്തുണയ്ക്കാതിരുന്നതെന്ന് മോദി പറയുന്നു. ഭീകരർ കരയുന്നത് കണ്ട് ചിലർ ഇവിടെ കരയുന്നു. ഒരു ലോക നേതാവും ഓപ്പറേഷൻ സിന്ദൂർ നിർത്താൻ ഞങ്ങളോട് പറഞ്ഞില്ല. മെയ് 9 ഞാനൊരു മീറ്റിംഗിലായിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റ് JD വാൻസ് 3-4 തവണ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. പാക് വ്യോമസേന എപ്പോഴും ICUവിലാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസും സഖ്യകക്ഷികളും പാകിസ്ഥാൻ പ്രചാരണത്തിന്റെ വക്താക്കളായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.